കേരളത്തിലെ CPM നേതൃത്വത്തിനുള്ളിൽ ഇതുവരെ പുറത്തു പറയാൻ മടിച്ചിരുന്ന അസ്വസ്ഥതകൾ ഇപ്പോൾ തുറന്ന വിമർശനങ്ങളായി മാറുകയാണെന്ന സൂചനകളാണ് വിവിധ ജില്ലാ നേതൃത്വങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നൽകുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ CPMന്റെ അടിത്തറയിൽ പോലും വലിയ അസന്തോഷം രൂപപ്പെട്ടുവെന്ന വിലയിരുത്തലിലേക്ക് രാഷ്ട്രീയ കേരളത്തെ നയിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ പോലെയുള്ള CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും നേതൃത്വത്തിനെതിരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നുവെന്നത് ചെറിയ കാര്യമല്ല. പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്ന സന്ദേശം ഉയർത്തിയ ഫ്ലക്സുകൾ വരെ പുറത്തു വന്നത് പാർട്ടിയുടെ പഴയ ശൈലിയിലുള്ള കേഡറൈക്യം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. TK ഗോവിന്ദനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നും പാർട്ടി വിടുമെന്ന് മുൻകൂട്ടി കാണാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിഞ്ഞില്ല എന്നുമാണ് ഉയർന്ന വിമർശനം. പോകുന്നവർ പോകട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പയ്യന്നൂരിലെ അമിത ആത്മവിശ്വാസം പാർട്ടിക്ക് തിരിച്ചടിയായി. V കുഞ്ഞികൃഷ്ണനെ ചെറുതായി കണ്ടു. ഭരണ സുഖ സൗകര്യങ്ങൾ ഒരു വിഭാഗത്തിന് ആഹ്ലാദം നൽകിയെന്നും വിമർശനമുയർന്നു. ഒരു വിഭാഗം ജനങ്ങൾ സർക്കാരിന്റെ ഗുണഭോക്താക്കളായി, മറുവിഭാഗം അകന്നു. പാർട്ടിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ജനങ്ങളെ പ്രതിനിധീകരിച്ചില്ല എന്നും അതിനാൽ തന്നെ അവർ അസ്വസ്ഥരായെന്നും ആരോപണം ഉയർന്നു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിലും നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. റീൽസ് പ്രചരണത്തിലാണ് ചിലർക്ക് താല്പര്യമെന്നും ചിലരുടെ ഫോട്ടോകളും വീഡിയോകളും മാത്രം സ്റ്റാറ്റസ് വെക്കുന്നതാണ് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമെന്നും ആരോപണം ഉയർന്നു. ബാലുശ്ശേരിയിലും കൊയിലാണ്ടിയിലും സ്ഥാനാർത്ഥി നിർണയം പാളി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ സെക്രട്ടറി കടും പിടുത്തം നടത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ പിണറായി വിജയനെ നിയോഗിച്ചതിലും വിമർശനമുണ്ടായി. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനുമെതിരെ വിമർശനം ഉയർന്നിരുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനം തെറ്റെന്നായിരുന്നു വിമർശനം. പാർട്ടിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരിഗണന ലഭിച്ചിരുന്നില്ല. പാർട്ടി സെക്രട്ടറി പാർട്ടിയെ അല്ല കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പിണറായി വിജയൻ തയ്യാറാവുന്നില്ല. തോറ്റിട്ടും വീണ്ടും നേതാവാകുന്നത് ശരിയല്ല. മന്ത്രിമാരുടെ പ്രവർത്തനം ശരിയായിരുന്നില്ല എന്നും വിമർശനം ഉയർന്നു. മുൻമന്ത്രി കൂടിയായ വീണ ജോർജിനെ ഇരുത്തിക്കൊണ്ടായിരുന്നു വിമർശനം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്, CS സുജാത എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം ഉണ്ടായത്. പിണറായി വിജയൻ ഇളവ് നേടിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. പാർട്ടിയെ വിജയിക്കുക എന്ന ചുമതലയായിരുന്നു അപ്പോൾ ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ പാർട്ടിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പുതിയ സ്ഥാനത്തെത്തുന്നുവെന്നാണ് വിമർശനം കൂടുതൽ ശക്തമായിട്ടുള്ളത്. പിണറായി ഈ തീരുമാനം സ്വയം പുനഃപരിശോധിക്കണമെന്നും റദ്ദാക്കണമെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത 2 പേർ ഉന്നയിച്ചിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയരുന്ന വിമർശനം അധികാര കേന്ദ്രീകരണത്തോടാണ്. വർഷങ്ങളായി CPIMന്റെ തീരുമാനങ്ങൾ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് ചുരുങ്ങിപ്പോയി എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് അകന്നു നിന്നുവെന്നും പാർട്ടിയേക്കാൾ വ്യക്തിപരമായ രാഷ്ട്രീയ സംരക്ഷണത്തിനാണ് നേതൃത്വം മുൻഗണന നൽകിയതെന്ന വിമർശനങ്ങളും ഇപ്പോൾ തുറന്നു കേൾക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അതേ നേതൃത്വത്തെ മുന്നോട്ട് നിർത്താനുള്ള ശ്രമം പ്രവർത്തകരിൽ വലിയ നിരാശ സൃഷ്ടിച്ചുവെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും വീണ്ടും പിണറായി വിജയനെ തന്നെ പരിഗണിച്ചതിനെതിരെ പാർട്ടിക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയരുന്നുവെന്ന റിപ്പോർട്ടുകൾ CPIMന്റെ ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ചും സംശയം ഉയർത്തുകയാണ്. അതേസമയം MP ഗോവിന്ദന്റെ നേതൃത്വത്തെയും ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം, ബന്ധു നിയമന വിവാദങ്ങൾ, പാർട്ടിയിലെ ചില തീരുമാനങ്ങൾ എല്ലാം ചേർന്ന് സംസ്ഥാന നേതൃത്വത്തോട് അടിത്തട്ടിൽ തന്നെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. CPIM ഒരു കാലത്ത് ജനകീയ പാർട്ടിയായി വളർന്നത് കൂട്ടായ നേതൃത്വം എന്ന ആശയത്തിൽ ഊന്നിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പാർട്ടി ഒരു ചെറിയ നേതൃത്വ വലയത്തിലേക്ക് ചുരുങ്ങിപ്പോയി എന്ന വിമർശനമാണ് കൂടുതൽ ശക്തമാകുന്നത്. പ്രവർത്തകരുടെ വികാരങ്ങളും പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങളും പലപ്പോഴും അവഗണിക്കപ്പെട്ടുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ചെറുതല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നും സംഘടന ഐക്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഐക്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ അത് പാർട്ടിയുടെ ഭാവിയെ നേരിട്ട് ബാധിക്കാൻ ഇടയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.